ഇതാ 1,00,000 കിലോമീറ്റർ ഓടിയ ഒരു എക്സ്പൾസ് 200 റിവ്യൂ ആണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1,00,000 കിലോമീറ്റർ 999 എന്ന് നമുക്ക് കാണാൻ പറ്റും. മീറ്റർ ഓണായി കഴിയുമ്പോഴത്തേക്കും ഇതാ നോക്കൂ, കണ്ടോ. കമ്പനി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ തന്നെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനപ്പുറത്തോട്ട് മീറ്റർ ഓടുകയില്ല. ഇതാണ് ലാസ്റ്റ്. മീറ്ററിൻ്റെ ഇവിടം കൊണ്ട് മീറ്ററിൻ്റെ ഇത് തീരുകയാണ്. പുതിയ മീറ്റർ വെച്ചാലേ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ വീഡിയോയിലേക്ക് നമ്മുടെ എക്സ്പൾസിൻ്റെ ഓണറെ ഒന്ന് സ്വാഗതം ചെയ്യാം. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റാഷിദ്. ഇത് എത്ര മോഡൽ വണ്ടിയാണ്? വണ്ടി നമ്മൾ 2020 മോഡലാണ്. 20 മോഡലാണ്. 5 വർഷമായി. 1,00,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ മണ്ടലായി. മീറ്റർ അവിടെ നിന്നത് കൊണ്ടാണ് കാണിക്കാത്തത്. അപ്പൊ എക്സ്പൾസ് തന്നെ താങ്കളെ നമുക്കൊരു എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഹിമാലയ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മെയിൻ്റെനൻസ് ആണെങ്കിലും കുറവാണ്. സർവീസ് ചാർജ് ഒക്കെ എത്രയൊക്കെ ആവുന്നുണ്ട്? സർവീസ് ചാർജ് കൂടിപ്പോ 2,000 തന്നെ ഇതുവരെ ആയിട്ടും വണ്ടി ചെയ്തിട്ടില്ല. സർവീസ് ചെയ്ത് മൊത്തം ഷോറൂമിൽ കൊടുത്താണ് ചെയ്തേക്കുന്നത്. അല്ല വെളി കൊടുത്തും ചെയ്തിട്ടില്ല. ഷോറൂമിൽ കൊടുത്താണ്. ചെയിനൊക്കെ എത്ര കിലോമീറ്റർ വരെയൊക്കെ കിട്ടാറുണ്ട്? ചെയിന് ഏകദേശം 10-20 കിലോമീറ്റർ വരെ 20 കിലോമീറ്റർ വരെ കിട്ടാറുണ്ട്. മണ്ട വരെ കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് എത്ര 3,000 സർവീസ് ആണ് വരുന്നത്? 6,000 ആദ്യം 2,500 കിലോമീറ്റർ. അതെ. പിന്നീട് ആദ്യം 500 2,500 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ചെയ്തു പോവുകയാണ്. ഒപ്പം എന്നാണ് എനിക്ക് തോന്നുന്നു മാസത്തിൽ 1 വീതം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? 1 വീതം ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കമ്പനി എനിക്ക് തോന്നുന്നു പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 6,000 കിലോമീറ്ററാണ്. പക്ഷെ നമ്മൾ ഈ ലോങ് ഓടിക്കുന്ന പലരെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ 6,000 കിലോമീറ്ററിന് വേണ്ടി നോക്കി നിൽക്കുന്നില്ല. അവർ വണ്ടിയെ സ്നേഹിക്കുന്നു. വണ്ടി അവർക്ക് കൂടുതൽ കാലം റൺ ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ട് അവരൊരു 2,500 അല്ലെ 3,000 കിലോമീറ്ററിനുള്ളിൽ തന്നെ ചേഞ്ച് ചെയ്യുന്ന കേട്ടോ. ആശി, ഇതിപ്പം 1,00,000 കിലോമീറ്റർ ആയി. എനിക്ക് തോന്നുന്നു എന്നാണോ നിങ്ങൾ മേടിച്ച ഷോറൂമിൽ, കാഞ്ഞിരപ്പള്ളി ഷോറൂമിലെ ആദ്യത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു 1,00,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അവരെന്താണ് പറഞ്ഞത് നിങ്ങളോട്? സംഭവിച്ചാൽ ഇപ്പൊ ഞാൻ ഒരു 5959 നമ്പേഴ്സായി കിടക്കുന്ന വണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഷോറൂം ചേഞ്ച് ചെയ്യണം. അപ്പൊ ചേഞ്ച് അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ കാഞ്ഞിരപ്പള്ളി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ച് പിന്നെ ഞാൻ പത്തനംതിട്ട ചോദിച്ചു, പിന്നെ കൊല്ലത്ത് ചോദിച്ചു, ഇവിടെ എല്ലാം ചോദിച്ചു. അവർ പറഞ്ഞു മൊത്തം ഫുള്ള് മാറണം, അല്ലാതെ ഇനി വേണ്ടോട്ട് റീഡിങ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു 1,00,000 കിലോമീറ്റർ വണ്ടി ആയിരിക്കും. ഇതുവരെ വേറെ ആരും ചെന്നിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റാതായിട്ട്. ഓക്കെ. അപ്പം എന്നാണ് ഇനിയിപ്പം ഒരു മീറ്റർ മാറി വെക്കണ ഏതാണ്ട് 6,000 രൂപയോളം 6,500 രൂപയാണ് മീറ്റർ മാറുന്നതിനാകുന്നത്. റാഷിക്ക് എത്ര കിലോമീറ്റർ വീതം മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പോഴും? ഞാനിപ്പോൾ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. സെയിൽസ് വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ ഈ ലോക്കൽ ഓടുമ്പോൾ ഏകദേശം ഒരു 35-40 വരെ. പക്ഷേ ഞാൻ ലോങ് വെച്ചാൽ ഞാൻ ട്രിപ്പ് ഇറക്കി പോകാറുണ്ട്. സോളോ ട്രിപ്പ് പോകണ്ട. അങ്ങനെ പോകുമ്പോൾ ഓഫീസിന് ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ മീറ്റിങ്ങിന് പോകും. അങ്ങനെ പോകുമ്പോൾ ഏകദേശം എനിക്ക് 59-60 വരെ അടുത്ത് മൈലേജ് കയറുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇപ്പം ഈ ലോങ് ട്രിപ്പ് കൂടുതലും പോകുന്ന ബൈക്ക് തന്നെ പ്രിഫർ ചെയ്യുമല്ലേ? ബൈക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? ബൈക്കിനോട് ഓടിക്കാൻ താല്പര്യം കൊണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഈ 5 വർഷമായ വണ്ടി അത് കണ്ടാൽ പറയില്ല. അത്രയ്ക്കും പ്രിസ്റ്റീൻ കണ്ടീഷനിലാണ് അദ്ദേഹം വണ്ടി സൂക്ഷിച്ചേക്കുന്നത്. ഒരു ഓയിൽ ലീക്കോ അങ്ങനെ ഒരു കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ നമുക്ക് കാണാൻ പോലുമില്ല. ചെയിനൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് അദ്ദേഹം ലൂബ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ എങ്ങനെ വണ്ടി സൂക്ഷിക്കുന്നു അതുപോലെ ഇരിക്കും അതിൻ്റെ ലോങ് ടൈം റണ്ണിൽ നമുക്ക് പണി തരായിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് കമ്പനിയുടെ വണ്ടിയാണേലും നമുക്കത് കൂടുതൽ കാലം ഈട് നിൽക്കും എന്നുള്ളതാണ് പല ഓണേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു റിവ്യൂസ് അവർ പറയുന്നത്. അവരുടെ റിവ്യൂ അവർ തന്നെ നമ്മളോട് സംസാരിക്കുമ്പം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടി, പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ച്, ചെയിന്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടിയെല്ലാം തന്നെ ഒരു ബൈക്കാണെങ്കിൽ തന്നെ 1,00,000 കിലോമീറ്റർ കൂടുതൽ ഓടാൻ സാധ്യതയുണ്ട്. ഒരുപാട് കംപ്ലൈൻറ്റ് കേൾപ്പിച്ചൊരു വാഹനമാണ്. പലരിൽ നിന്നും നമ്മൾ കണ്ടേക്കുന്നു. ഒരുപാട് പേര് റിവ്യൂ കൊടുത്തതിനകത്തെല്ലാം കംപ്ലൈൻറ്റുകൾ പറഞ്ഞു. എക്സ്പൾസിന് പല രീതിയിലുള്ള കംപ്ലൈൻറ്റുകളുണ്ട്. പക്ഷേ 1,00,000 കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ്. നിങ്ങൾ ഇതിൻ്റെ ക്ലച്ച് മാറിയിട്ടുണ്ടോ? ഇതുവരെയും ക്ലച്ച് കേബിൾ ഒരൊറ്റ വട്ടം മാറിയിട്ടുണ്ട്. അല്ല ക്ലച്ച് വരെ മാറിയിട്ടില്ല. അതുപോലെ എല്ലാവരും പറയാൻ എന്താ വെച്ചാൽ അതിൻ്റെ നമ്മുടെ എഞ്ചിനും ചെറിയ കംപ്ലൈൻറ്റ്. ഇതുവരെയും ഒരു കംപ്ലൈൻറ്റ് എനിക്ക് വന്നില്ല. കാരണം സർവീസ് പക്കാട്ട് പോകുന്നതുകൊണ്ടായിരിക്കും വേറെ കംപ്ലൈൻറ്റ് ഒന്നും മാറിയിട്ടില്ല. നമ്മൾ ചെയിൻ മാത്രം മാറുന്നുള്ളൂ, വേറെ ഇതുവരെയും വണ്ടിയുടെ ഇതായിട്ട് മാറിയിട്ടില്ല. ചെയിന്, ടയർ, എഞ്ചിൻ ഓയിൽ, ഇതാണ് വണ്ടിക്ക് ചേഞ്ച് വരുന്നത്. ആകെ മാറ്റാറുള്ളത്. അത് റുട്ടീനായിട്ട് എല്ലാ വാഹനങ്ങൾക്കും ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഉപയോഗിക്കുന്നവർ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അപൂർവങ്ങളായിട്ട് ചിലപ്പോൾ ഓയിൽ ലീക്ക്, അങ്ങനത്തെ ഈ ഹെഡിന്റെ ഭാഗത്തൊന്നും വല്ല ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടില്ല. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സർവീസ് കറക്റ്റ് ടൈമിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം
പക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? പെട്രോൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാറുണ്ട്. അതുപോലെ ഞാൻ കൂടുതലും ഫുൾ ടാങ്ക് അടിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഫ്യൂൽ മാത്രമേ ഓക്കെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ പെട്രോൾ വേണം കൂളിങ്ങിന് വേണ്ടി, ഫ്യൂൽ ഇഞ്ചക്ടറിന്റെ കൂളിങ്ങിന് വേണ്ടി. അതെ അതെ അപ്പോൾ അതങ്ങനെ തന്നെ അതന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കൂടുതൽ പെട്രോൾ ഉണ്ട്. അതെ അതെ കൂടുതൽ പെട്രോൾ. ഓഫ് റോഡ് എടുത്തോണ്ട് പോകാറുണ്ട് റാശി? അതെ അതെ ഇടയ്ക്കാൻ പോകാറുണ്ട്. നേരത്തേക്ക് വണ്ടി എടുത്ത് ഇടയ്ക്കാൻ ഇടുക്കി ഉറക്കാൻ മൊത്തം ഓഫ് റോഡ് കയറിക്കൊണ്ടിരുന്നത്. ഇതുവരെയും ഓഫ് റോഡ് കയറുമ്പോൾ കുഴപ്പം നമുക്ക് സുഖമാണ് കയറി പോകാൻ. പിന്നെ എനിക്ക് വിഷയം എന്ന് വെച്ചാൽ ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നില്ല. കാരണം ഞാൻ സെപ്പറേറ്റ് സെൻറ്റർ സ്റ്റാൻഡ് വെച്ചേക്കാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ ഓഫ് റോഡ് കയറും തട്ടും. അതെ അതെ ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. എനിക്കൊരു കാര്യം ചോദിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പീൽ കയറുമല്ലേ, മുകളോട്ട് കയറുമ്പോഴായിരിക്കും ഈസിനെസ്, ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട്. അത് കയറുമ്പോൾ സുഖമാണ്, ഇറങ്ങുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരും. ബ്രേക്കിംഗിൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കാം? വിഷയമല്ല, നമുക്കൊരു ഇറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. കയറാം എവിടെയും കയറിപ്പോവും. അതെ. അപ്പോൾ ഈ ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്? രണ്ടും ഫ്രണ്ടും ബാക്കും നമുക്ക് വരുന്ന ഡിസ്ക് ആണല്ലോ. അപ്പം എന്നാണോ സ്പീഡ് കയറുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഡൗൺ ഹിൽ ഇറങ്ങി വരുമ്പോഴോ ഒക്കെ ബ്രേക്കിംഗിൽ എന്തെങ്കിലുമൊക്കെ വിഷയം കാണിക്കാറുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ പരിപൂർണമായിട്ട് ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എന്നാണോ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്രത്തോളം കാലം മുൻപോട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് പ്ലാനും? വേറെ വണ്ടി ചേഞ്ച് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? പ്ലാനില്ല, ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഒരു ഹാപ്പി കസ്റ്റമറാണ്. അതെ അതെ തീർച്ചയായിട്ടും. റാശി, ഇപ്പോൾ വണ്ടി 1,00,000 കിലോമീറ്റർ ആയെന്ന് പറയുന്നു. ഇപ്പോൾ 1,00,000 കിലോമീറ്റർ ആയിട്ട് നമ്മൾ മീറ്ററിൽ അതായത് 999 കാണിക്കുന്നുണ്ട്. അപ്പം എത്ര നാളായി ഇപ്പം ഇത്ര ആയിട്ട്? ഏകദേശം അത്ര ആയിട്ട് ഒരു മാസം അടുത്തായിട്ട്. 1 മാസം അടുത്തായിട്ടുണ്ട്. അപ്പോൾ 1,00,000 കൂടുതൽ വണ്ടി ഓടിയിട്ടുണ്ടെന്നാണ് സാരം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ 1,50,000 അല്ലെ 1,04,000 ഒക്കെ അത്രയൊക്കെ ഓടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി മീറ്റർ മാറ്റി വെച്ചാൽ റാശി മേടിക്കുന്ന 2020 എക്സ്പൾസ് ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് ഇമ്പൾസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. B4 ആയിരുന്നു. B6 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇമ്പൾസ് അധികം ഹിറ്റായ ഒരു വണ്ടിയല്ല. പിന്നെ എന്തുകൊണ്ട് എക്സ്പൾസിലേക്ക് അങ്ങനെ ഒരു? എക്സ്പൾസ് എനിക്ക് പണ്ട് പോലെ ഈ വണ്ടി ഫ്രണ്ട് പൊങ്ങി ഓഫ് റോഡ് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് റോഡിങ് താല്പര്യമാണ്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു വണ്ടി നോക്കിയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പം എന്നാണ് ആ ടൈമില് പ്രൈസ് ഓർക്കുന്നുണ്ടോ? പ്രൈസ് ഏകദേശം ഞാൻ റെഡി പേയ്മെന്റ് എടുത്തത് 1,36,000. 1,36,000. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്പൾസിന്റെ പ്രൈസ് എന്ന് വെച്ച് എക്സ്പ്ലസ് 210 വരുന്നത് എനിക്ക് തോന്നുന്നു 2,00,000 മുകളിൽ 2,10 മുകളിലോട്ടാണ് അതിന്റെ പ്രൈസ് നിൽക്കുന്നത്. അത് BS6 വണ്ടിയുടെ വില. വേറെ കാര്യം കൂടെ ചോദിക്കാറുണ്ട്. വണ്ടിക്ക് എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂ കാണിക്കാറുണ്ടോ? നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ലോങ് ഡ്രൈവ് പോകുമ്പോൾ അങ്ങനെ ചൂടിന്റെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്? ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ പെട്രോളിന്റെ അളവ് ആ 2 കട്ടയുടെ താഴോട്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കാലം നമുക്ക് അടിക്കും. പക്ഷെ ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, പ്രശ്നമില്ല. അതെ. അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ച് ഇതിനൊരു ഫീച്ചർ കൊണ്ടുവരികയാണെങ്കിൽ അഡീഷണൽ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത് എന്തുവാ? മെയിനായിട്ട് വെച്ചാൽ ഈ ഹീറ്റിങ്ങിന്റെ വിഷയം നല്ല ഇതാണ്. നമുക്ക് ഡിസ്പ്ലേയിൽ അറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. ഇൻ കേസ് നമ്മൾ മറന്നുപോയി അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്രോൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വണ്ടി കണ്ടമാനം ഹീറ്റാവും. റാശി, അപ്പം വാഹനം ഉപയോഗിക്കുമ്പോൾ ഈ എക്സ്പ്ലസ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ യാത്രാസുഖം, അതായത് നിങ്ങളുടെ റൈഡിങ് കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമോ? റൈഡിങ് കംഫർട്ട് പറയുകയാണെങ്കിൽ മെയിനായിട്ട് സീറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇതിന്റെ സീറ്റ് വെച്ചാൽ ഇങ്ങനെ കുഷൻ പോരാ വെച്ചാൽ ഇത് നമുക്ക് നോർമൽ റണ്ണിങ്ങിന് പാട്. സംഭവം ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ അത് കാണാൻ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഒരു ഒതുങ്ങിയ സീറ്റ് ആയതുകൊണ്ട് ചെറിയ വിഷയമുണ്ട്. നമ്മുടെ നോർമൽ റണ്ണിങ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാലിന് വേദന, കാലിന് നമ്മൾ തുടക്കി ഇച്ചിരി കുറച്ച് കഴിയുമ്പോഴത്തേനും വേദന. അല്ലാതെ നടുവിന് പ്രശ്നം യാതൊരു വിഷയമില്ല. സസ്പെൻഷൻ പക്കായിട്ട് ചെറിയ കട്ടർ കയറി ഇറങ്ങുന്ന പോലും നമ്മൾ അറിയില്ല. അത്രയും കംഫർട്ടാണ്. ഫ്രണ്ട് സസ്പെൻഷൻ ഒന്നും ഇടിപ്പോ കാര്യങ്ങൾ വരാറില്ല, അങ്ങനെയൊന്നും വരുന്നില്ല. ഇല്ല. അപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ സീറ്റിന്റെ കാര്യത്തിൽ ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് കുഷ്യൻ ഇച്ചിരി കൂടെ ഇതാക്കാൻ വേണ്ടി. കാരണം സംഭവിച്ചാൽ കുഷ്യൻ ചെറുതായതുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് ഓക്കെയാണ്, നമുക്ക് നിന്ന് പോകാൻ എല്ലാം പക്കയാണ്. പക്ഷേ അല്ലാതെ റൈഡിന് പോകുമ്പോൾ നമുക്ക് നോർമൽ റൈഡിന് പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരു നെഗറ്റീവ് സൈഡ് ചോദിച്ചാലേ എന്താണ് എക്സ്പ്ലസിനെ പറ്റി പറയാനുള്ളത്? നെഗറ്റീവ് സൈഡ് ഇനി ഇവരെ കമ്പനിയുടേതാണോ അതോ ഹീറോ മൊത്തത്തിൽ എനിക്കറിയത്തില്ല. നമ്മൾ പെട്ടെന്ന് അതിന്റെ പ്ലാസ്റ്റിക് ഫെയ്ഡ് ആവുന്നു. അതായത് ഇത് ഇപ്പം ഈ ഓക്സിഡൈസ് ചെയ്ത് കാണാവുന്ന പോലെ അല്ലേ? അതെ. ബാക്കിൽ പുതിയതാണോ? ബാക്കിൽ താഴത്ത് പുതിയ. ഓക്കെ, പഴയതിനാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ റിസർവോയർ അല്ലേ,
ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അതെ. ആ റിസർവോയറിന് എങ്ങനെയുണ്ട്? അതിൻ്റെ പല പല കമ്പനികളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് വളരെ പെട്ടെന്ന് തന്നെ മോശമാവുന്നത്. അതെ അതെ അപ്പോൾ ഇതിപ്പോൾ 5 വർഷം പഴക്കമുണ്ട്. ഇതും ഏകദേശം മാറേണ്ട കണ്ടീഷനാണ്. അതിന് ചെറിയ പൊട്ടലും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു നിലവാരത്തെ ഒരു വിഷയം വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നിലവാരം കുറവുണ്ടല്ലേ? അതെ അതെ ഓക്കെ. അപ്പം താങ്കളുടെ വിലയേറിയ സമയം നമ്മൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും കാണാം. തീർച്ചയായിട്ടും നമുക്ക് 1 ലക്ഷം കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത 1 ലക്ഷം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും കാണാം. 2 ലക്ഷം വരെ പോട്ടെ. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു.